കൂട്ടുകാർക്കും ഓൾ PS എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അവയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത് ചോദ്യമായിട്ട് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യൻ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരം എന്താണ്? ഡോക്ടർ DS കോത്താരി എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഡിസംബർ മാസം 10-ാം തീയതിയാണ്. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 10 ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? മെറ്റേണിക്കിന്റെ അഭിപ്രായമാണ്. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരെന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്? കുരുളി ചേകോൻ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. കുരുളി ചേകോൻ. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? കൊല്ലം ജില്ലയിലാണ് ആരംഭിച്ചത്. ഗ്രീനിച്ച് സമയം 0 ഡിഗ്രി രേഖാംശ രേഖയിൽ 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ കൂടുതലാണ് ഇന്ത്യൻ സമയം. അപ്പോൾ 2 മണി ഉച്ച എന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആ സമയത്ത് 5.5 മണിക്കൂർ കൂട്ടിക്കഴിഞ്ഞാൽ വൈകിട്ട് 7:30 PM ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ് എന്നത് ശരിയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയം, അതും ശരിയാണ്. ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ഈ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇവയെല്ലാം എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയത്? ഉത്തരമായിട്ട് വരേണ്ടത് 61ാമത്തെ ഭേദഗതിയാണ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? ഉത്തരമായിട്ട് വരേണ്ടത് നെയ്യാറ്റിങ്കര താലൂക്കിലാണ്. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അതായത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിന് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏതാണ്? നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയാണ്. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ദേശീയ ജലപാത 3 കേരളത്തിലൂടെ കടന്നുപോകുന്നത്. ഇപ്പൊ അത് കോഴിക്കോട് വരെയാണ്. ഇവിടെ ആ ഒരു പഴയ ഡാറ്റ തന്നെയാണ്. ഇത് 2025 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ ഇവിടെയും എന്താണ്? കൊല്ലം ടു കോട്ടപ്പുറമാണ്. ചില പരീക്ഷകളിൽ കൊല്ലം ടു കോഴിക്കോടെന്നും കൊടുക്കാറുണ്ട്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഏത് ഭൂവിഭാഗത്തെയാണ്? ഉത്തര മഹാസമുദ്രത്തെയാണ്. ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരി ഇത് ഡിലീറ്റ് ആക്കിയ ചോദ്യമാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഏത്? ഇതും പരീക്ഷയ്ക്ക് ഡിലീറ്റ് ആക്കി. ഇന്ത്യയുടെ കാലാവസ്ഥ സ്വാധീന ഘടകം ഏത്? ഇതും പരീക്ഷയ്ക്ക് ഡിലീറ്റ് ആക്കിയതാണ്. പടിഞ്ഞാറൻ തീരസമുദ്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദ്യം. ഇവിടെ താരതമ്യേന വീതി കുറവ് എന്ന് പറയുന്നത് ശരിയാണ്. ബംഗാൾ ഉൾക്കടലിന് പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു, അത് തെറ്റാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു, വീതി താരതമ്യേന കൂടുതൽ. ഇങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ചില പോയിന്റുകളൊക്കെ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് വരും. പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റാണ് ഈ രണ്ടാമത് കിടക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു വി ഷേപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പടിഞ്ഞാറൻ തീരസമുദ്രം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണ് വരിക. അതായത് ഇവിടെ വരുന്നത് അറബിക്കടലാണ്, ഇവിടെ വരുന്നത് നമ്മുടെ പശ്ചിമഘട്ടമാണ്. അപ്പൊ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? പടിഞ്ഞാറൻ തീരസമുദ്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. അപ്പൊ നമ്മുടെ ഉത്തരത്തിൽ അത് വരാൻ പാടില്ല. അപ്പൊ 2 എയിലുണ്ട്, 2 ബിയിലുണ്ട്, 2 ഡിയിലുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ചില സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും നമുക്ക് അറിയാവുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഈ ഒരു ചോദ്യം നമ്മൾ സ്കിപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. 1ഉം 3ഉം ശരി. അതായത് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതാണ് നമ്മുടെ പടിഞ്ഞാറൻ തീരസമുദ്രം. അതുപോലെ തന്നെ ബംഗാൾ ഈ പറയുന്ന താരതമ്യേന വീതി കുറവാണ് ഈ പറയുന്ന പടിഞ്ഞാറൻ തീരസമുദ്രത്തിന്. തുടങ്ങിയ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം ഡിലീറ്റ് ആണ്. ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചത്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രദക്ഷിണ നടത്തി, തെറ്റാണ്. വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ എന്താണ്? 2 മാത്രം എന്നതാണ് ഉത്തരമായിട്ട് വരിക. പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചത് എന്നത് എന്താണ്? അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി നമ്മുടെ അടുത്തതിലേക്ക് വരാം.
കൊച്ചി സംസ്ഥാനം രൂപീകൃതമായതെന്ന് എത്രയോ തവണ PSC ചോദിക്കുന്നതാണ്. 1949 ജൂലൈ 1 തീയതിയാണ്. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ചമ്പാരൻ സത്യാഗ്രഹമാണ് ഉദ്ദേശിക്കുന്നത്. ബീഹാറിലെ ചമ്പാരനിലാണ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപകൻ ജൊനാഥൻ ഡങ്കനാണ്. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏത്? നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായി, അതേപോലെ പ്രവിശ്യകളിലെ ദുഭരണം അവസാനിപ്പിക്കുക, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. ഇതിൽ 1ഉം 3ഉമാണ് ഇവിടെ നമ്മുടെ ശരിയായിട്ട് വരേണ്ടത്. ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ എന്താണ്? രണ്ട് മാത്രം. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ വായിക്കണം, ബന്ധമില്ലാത്തത്. ഇനി സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച വാഗ്ബടാനത്ത്. ഓപ്ഷൻ ഡി. 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവനാണ്. 2023 SK വസന്തനാണ്. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗശ്രീ ഇത് എവിടെയാണ് നടപ്പിലാക്കിയത്? ഈ അടുത്ത് പശ്ചിമ ബംഗാളിലാണ്. അപ്പോൾ ഇതൊക്കെ ഈ അടുത്ത് ചോദിച്ച ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത് കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മളുടെ ഇനി വരാൻ പോകുന്ന പരീക്ഷയിലും ഇത് ആവർത്തിക്കാം. ഇതൊക്കെ ഓർത്തിരിക്കുക. യോഗശ്രീ എവിടെയാണ്? നമ്മുടെ പശ്ചിമ ബംഗാളിലാണെന്ന കാര്യം ഓർക്കുക, യോഗ്യശ്രീ എന്ന് പറയുന്നത്. ഇനി ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകനാര? മാർത്താണ്ഡവർമ്മ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതാർക്ക? ഹാൻ കാങ്ങിനാണ്. ഹാൻ കാങ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? ഇത് എപ്പോഴും PSC ചോദിക്കുന്നതാണ്. എന്താണ്? സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. സ്വത്തവകാശം എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? സോവിയറ്റ് യൂണിയന്റെ ഭരണഘടനയിൽ നിന്നാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ മാക്സിമം നമ്മൾ ചെയ്യണം. എങ്കിൽ മാത്രമേ എവിടെ നിന്നെല്ലാമാണ് ക്വസ്റ്റ്യങ്ങൾ വരുന്നതെന്ന്, ഒപ്പം ഈ കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ ഈ അടുത്ത് നടന്ന പരീക്ഷയിലെ ചോദ്യങ്ങളൊക്കെ കുറേ നമ്മൾ ചെയ്യുക വഴി കറണ്ട് അഫയേഴ്സിലെ കുറേ ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ റിപ്പീറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.